ഇതാരാണെന്നറിയോ നിങ്ങൾക്ക്? അറിയായിരിക്കും അല്ലെ? ഇതാരാണെന്നറിയോ? ഇതും അറിയായിരിക്കും. നമ്മുടെ രാജ്യത്തിന് വേണ്ടി അടുക്കളയിൽ കിടന്ന് പോരാടി പരിപ്പിനും ചോറിനും വേണ്ടി പൊരുതി നേടിയിട്ടുള്ള നമ്മുടെ ധീര യോദ്ധാക്കളല്ലേ ഇവര്. ഇനി ഇതാരാണെന്ന് നിങ്ങൾക്ക് അറിയോ? ഇതാണ് ജിനോ ആന്റണി. ഇന്ത്യക്ക് വേണ്ടി 265 കിലോമീറ്റർ 24 മണിക്കൂർ നിരന്തരം ഓടി ഇന്ത്യനെ 10ാം സ്ഥാനത്തെങ്കിലും എത്തിക്കാൻ പ്രയത്നിച്ച ഒരു വ്യക്തി. ഈ പറയുന്ന വ്യക്തി തിരിച്ച് നാട്ടിൽ വന്നപ്പോൾ സ്വീകരിക്കാൻ, അടുക്കളപ്പോര് കഴിഞ്ഞ് വിജയിച്ചു വന്ന ആൾക്കാരെ സ്വീകരിക്കാൻ നിന്നവരിൽ 1% ആൾക്കാർ പോലും പോയിട്ടില്ല. അവരുടെ കുടുംബം മാത്രമേ പോയിട്ടുള്ളൂ. ജിനോ ബ്രോ, ഞാനും മാപ്പ് പറയുകയാണ്. കാരണം ഇന്ന് 4ാം ദിവസമാണ് നിങ്ങളെ കുറിച്ച് ഞാൻ അറിയുന്നത്. കാരണം പ്രമുഖ മീഡിയാസിനൊന്നും നിങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. അവർക്ക് സംസാരിക്കേണ്ടത് റീച്ച് ഉള്ളവനെ കുറിച്ചും പബ്ലിസിറ്റി ഉള്ളവനെ കുറിച്ചുമാണ്. അതിന്റെ വലിയൊരു ഉദാഹരണമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഫൈസൽ മലബാറിന്റെ കേസ്. റീച്ച് ഉള്ളത് കൊണ്ട് തന്നെ ആദിലേനെ നൂറേനെ വിളിച്ചു വരുത്തി. പക്ഷെ അവരെ വിളിച്ചു വരുത്തിയത് കൊണ്ട് തന്നെ ആൾക്ക് നെഗറ്റീവ് വരുന്നുണ്ടെന്ന് കണ്ടപ്പോൾ പ്ലേറ്റ് മാറ്റി. അതേപോലെ തന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അനീഷിന് 10 ലക്ഷം രൂപ കോൺഫിഡന്റ് ഗ്രൂപ്പ് റോയ് കൊടുത്തു. എന്തിനാണ് കൊടുത്തത്? ഈ പറയുന്ന പരിപ്പിനും പയറിനും വേണ്ടി അവിടെ കിടന്ന് ഒച്ചയും വേളോ ഇട്ടേനാ. റോയ് സാറെ, വിത്ത് ഡ്യൂ റെസ്പെക്ട് ഞാൻ പറയുവാണ്, 10,000 രൂപക്ക് കട ഉള്ളതിന്റെ പേരിൽ ഡിപ്രഷനും ആൻസൈറ്റിയും വന്ന് ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷെ അവർക്ക് കൊടുത്ത ബ്രാൻഡിങ് ആവില്ലല്ലോ. ബ്രാൻഡിങ് ആവണമെങ്കിൽ ജനങ്ങൾ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് വേണം കൊടുക്കാനായി. സത്യം പറഞ്ഞാൽ ഇന്നത്തെ സമൂഹത്തിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ യഥാർത്ഥത്തിൽ പാവപ്പെട്ടവരല്ല, നിങ്ങൾക്ക് റീച്ച് ഇല്ല. നിങ്ങൾ ഫേമസ് ആണ്, നിങ്ങൾ പോപ്പുലർ ആണെങ്കിൽ നിങ്ങൾക്ക് പൈസ തരാൻ 100 പേര് ലൈനിൽ നിൽക്കും. നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല, നിങ്ങളുടെ പോപ്പുലാരിറ്റി വിറ്റ് കാശാക്കാനായിട്ട്.